രാജ്യത്തെ ഞെട്ടിച്ച ബാരാമതി വിമാന അപകടത്തിൽ അജിത് പവാറിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അജിത് പവാർ ഉൾപ്പെടെ 5 പേർക്ക് ആണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി NCP നേതാവായ അജിത് പവാറിന്റെ പേരുകൂടി ആ പട്ടികയിലേക്ക്, ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേരിലേക്ക് പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ കഴിഞ്ഞുപോയിട്ടുള്ള ദുരന്തങ്ങളൊക്കെയും നമ്മൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്. 1980 സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെട്ടിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ മരണം സംഭവിക്കുന്ന 1980 ജൂൺ 23 ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് വിമാനം തകർന്നു വീണാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. 2001 മാധവറാവു സിന്ധ്യ, കോൺഗ്രസിലെ അധികാരിയായിരുന്ന മാധവറാവു സിന്ധ്യ 2001 സെപ്റ്റംബർ 30 വിമാന അപകടത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നു. ഉത്തർപ്രദേശിലെ മെയിൻപൂരിയിൽ വെച്ചാണ് സ്വകാര്യ വിമാനം തകർന്നു വീണെന്ന് ദുരന്തം സംഭവിക്കുന്നത്. 2002 GMC ബാലയോഗി, ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗി 2002 മാർച്ച് 3 ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുന്നത്. അന്ന് സാങ്കേതിക തകരാറുകളാണ് അപകടത്തിന് കാരണം എന്നുള്ളതായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. 2009 YS രാജശേഖര റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YSR 2009 സെപ്റ്റംബർ 2 ഹെലികോപ്റ്റർ ദുരന്തത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നത്. ഹൈദരാബാദിൽ നിന്നും ചിറ്റൂരിലേക്കുള്ള യാത്രയ്ക്കിടെ നല്ലമല കാടുകളിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആ വിമാന ദുരന്തം സംഭവിക്കുന്നത്. ശേഷം 24 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. 2011 ദോർജി ഖഡു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു. 2011 ഏപ്രിലിൽ തവാങ്ങിൽ വെച്ചുണ്ടായിട്ടുള്ള ഹെലികോപ്റ്റർ അപകടത്തിലാണ് ദോർജി ഖഡുവിന് ജീവൻ നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെയും മൃതദേഹം കണ്ടെടുക്കാനായി ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവന്നു. ഒടുവിൽ 2021 നമ്മൾ കണ്ടു, ജനറൽ സംയുക്ത സേനാ മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്ത്, ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും തമിഴ്നാട്ടിലെ കുനൂറിൽ ഉണ്ടായിട്ടുള്ള ഹെലികോപ്റ്റർ അപകടത്തിലാണ് വീരമൃത്യു വരിക്കുന്നത്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ അജിത് പവാറിന്റെ പേരുകൂടി ചേർക്കപ്പെടുന്നത്. അതായത് ആകാശ ദുരന്തത്തിൽ, ഹെലികോപ്റ്റർ അപകടത്തിൽ, വിമാന അപകടത്തിലായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ നിരവധിയുണ്ട്. ആ പേരുകളിലേക്ക് ഇപ്പോൾ NCPയുടെ തലതൊട്ടപ്പൻ എന്ന് തന്നെ നമുക്ക് അടയാളപ്പെടുത്താവുന്ന രീതിയിൽ, ശരത് പവാർ കഴിഞ്ഞാൽ അങ്ങനെ അടയാളപ്പെടുത്താവുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നേതാവിന് കൂടി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ പേരുകൂടി ആ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. കേരള നിയമസഭ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ അനുശോചിച്ച് സംസാരിച്ചതിന് ശേഷമാണ് സഭാ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബാരാമതിയിൽ രാവിലെ 8:45 ഈ അപകടമുണ്ടായത്. 8:45 വിമാനം തകർന്നു വീഴുകയായിരുന്നു. ആ വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി പൂർണ്ണമായും കത്തുകയായിരുന്നു. 8 മണിയോടുകൂടിയാണ് അദ്ദേഹം വിമാനത്തിൽ കയറിയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ആ ദുരന്തം സംഭവിച്ചു. എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും അറിയാതെ പോയി, എങ്ങനെ ദുരന്തം ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. സ്വകാര്യ വിമാനത്തിലാണ് അടിയന്തര ലാൻഡിങ്ങിനിടെ ഈ വിമാനം തകർന്നു വീണ് ദുരന്തം സംഭവിക്കുന്നത്.